അപ്പം എന്നോട് അവർ പറയും ഞാൻ അങ്ങനെ പോകുന്നൊരു വ്യക്തിയല്ല എൻ്റെ മൊഞ്ചൂസേ, എനിക്ക് നിൻ്റെ ലൈവ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോഴത്തേക്ക് നിൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷേ ഹെഡ്സെറ്റ് വേണമെന്നുള്ളൂ മൊഞ്ചൂസേ എന്ന് പറയും. ഞാൻ പറയാം എന്താ എപ്പോഴാണ് നീ പെട്ടെന്ന് വയലൻ്റ് ആവണമെന്ന് അറിയാൻ പറ്റൂല. അടുത്തൊക്കെ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ട്രാവൽ ചെയ്യണമായിരിക്കും, ചിലപ്പോൾ ഓഫീസിലിരിക്കണമായിരിക്കും. ഓഫീസിൽ അവർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫോൺ അവിടെ വെച്ചിട്ട് ഹെഡ്സെറ്റ് മറ്റു സംഭവമില്ലേ ഉണ്ട പോലത്തെ സാധനം ചെവിയിൽ വെച്ചിട്ടൊക്കെ ഇരുന്ന് ചിരിച്ചോട്ടൊക്കെ അവർ വർക്ക് ചെയ്യും. അവരൊക്കെ എന്നോട് പറയും, സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വാട്സപ്പിൽ ഇട്ട് തരും, കണ്ടോ ഞാൻ വർക്ക് ചെയ്യണം, അതിൻ്റെ ഇടയ്ക്കാണ് നിൻ്റെ ലൈവ് കാണണം, നീ ഭയങ്കര ക്യൂട്ടായിട്ട് നിൻ്റെ സംസാരം, നീ നല്ല രീതിയിൽ സംസാരിക്കാൻ എനിക്ക് നല്ലോണം അറിയാം, പക്ഷെ ആൾക്കാരൊക്കെ കൂടി നിന്നെ നശിപ്പിക്കണേണ് ലൈവിൽ വന്നിട്ട്. ജീവിക്കാൻ പൈസ വേണം, അല്ലേ ഒരു വിലയും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ നീ ക്യൂട്ടായിരിക്കുന്നു, നീ നല്ല സുന്ദരിയാണ്, നീ നല്ല മാലാകയാണ്, നീ എന്തിന് രസോടി എന്ന് പറഞ്ഞവർ കൊണ്ടുവന്ന് തരുമോ? തെറി പിടിക്കുന്നു അവർ കൊണ്ടുവന്ന് തരുമോ? ഊളത്തരം പറയുന്നു അവർ കൊണ്ടുവന്ന് തരുമോ? ഒരിക്കലും കൊണ്ടുവന്ന് തരില്ല. നമ്മൾ പ്രയത്നിക്കണം. നമ്മളൊരാണിനോട് സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറയാൻ പെട്ടെന്ന് ദേഷ്യം വരും. ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് ആണുങ്ങളോടത്ത് ഇടപഴകാൻ അറിയത്തില്ല. പെണ്ണുങ്ങളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ചിരിച്ച് മെയിൻറ്റിൽ പോവും. പക്ഷെ ആണുങ്ങളായിട്ടുള്ള ഇടപെടൽ എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ സ്നേഹം പുറത്ത് കാണിക്കാൻ അറിയത്തില്ല. എൻ്റെ സ്നേഹം പുറത്ത് കാണിക്കാൻ എനിക്കറിയത്തില്ല. നിൻ്റെ ദേഷ്യം എനിക്കറിയാം. എൻ്റെ അടുത്ത് പറഞ്ഞതൊക്കെ ഞാൻ ഓക്കെ ആക്കി, പ്ലീസ് തിരിച്ചു വരൂ. നിക്ക്, ഞാൻ തിരിച്ചു വരാം. നിൻ്റെ സ്നേഹം ഫുള്ള് ഉള്ളിലാണ്. നീ അടുത്ത വട്ടം എൻ്റെ അടുത്ത് വന്നാൽ നിൻ്റെ ചെവി ഞാൻ പൊന്നാക്കോട്ടാ. നീ ഒന്നല്ല രണ്ടല്ല 3 വട്ടം എന്നെ പറ്റിച്ച്. 3 വട്ടം നീ വരാൻ നേരിട്ട് വന്നില്ല. ഞാൻ ആ സമയം ഞാൻ നിനക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് വേറെ ആർക്കും ഞാൻ ബുക്ക് ചെയ്യാതെ എൻ്റെ ആ കാശും പോയി സമയവും പോയി. ആ കാശ് മൊത്തം നീ തന്നിട്ട് വന്നാൽ മതി. ഞാനും അതേ നിനക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ കാര്യം വേറെ വിസയാൻ വേറും കളറാണ്. അപ്പം അങ്ങനെയൊക്കെ ഇല്ലടാ, അങ്ങനെ പറ്റിക്കരുതടാ. പറ്റിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ സമയം ബുക്ക് ചെയ്യണല്ലേ. ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ സമയം നമ്മൾ, എനിക്കെന്ന് പറഞ്ഞാൽ വാക്കൊന്നുള്ളൂ തന്തൊന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. മനസ്സിലായോ? ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയം വേറെ ആൾക്ക് കൊടുക്കത്തില്ല. അത് എത്ര വലിയ ആളായാലും എത്ര വലിയ എമൗണ്ട് തരുന്ന ഒരാളായാലും ഞാൻ പറയും എൻ്റെ വാക്കിന് എൻ്റെതായ വിലയുണ്ട്. ഇച്ച ഇന്നലെ ഞാൻ ഈ ഇച്ചങ്ങളൊക്കെ ഓടിച്ചാണ് ഇടുന്നത്. ഇവിടെ തിന്നണ സാധനം കാണുമ്പോൾ ഞാൻ ഈച്ചേൻ്റെ മറ്റേ ബാറ്റും അടിക്കാൻ പോണേ. ഫുഡിൻ്റെ സാധനം ഞാൻ കഴുകി കളഞ്ഞാൽ ഈ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരും. ഞാൻ ലൈവിലല്ലേ, ഞാൻ കുളിക്കട്ടെ. മുടി എണ്ണ കഴിച്ചിട്ട് എന്തോരം നേരെ ഈ മക്കളെ ഇവിടെ അബുദാബോയ പിന്നെ വേറെ മക്കളെ ഇവളടുത്ത് പോയാൽ പിന്നെ വേറെ എവിടെയും പോവില്ല. റീസൺ ഞാനതാ സ്വർണം കൊണ്ട് പണിതക്കണം. അല്ല, അതിൽ നിന്ന് വരുന്നതൊക്കെ തേനാ വേറെ എവിടത്ത് വരൂലെന്ന് പറഞ്ഞാൽ പോണവർ പൊയ്ക്കോട്ടെ. നീ എന്തിനിങ്ങനെ